ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അനുഗ്രഹം സിദ്ധിച്ചവരും മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരും ഒരുപാട് വർഷം സുഖപ്രാപ്തിക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തു കിടന്നിട്ട് കർത്താവിൻ്റെ കരമൊന്ന് പതിഞ്ഞപ്പോൾ മാത്രം എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞവരും കണ്ണിന് കാഴ്ച കിട്ടിയവരും കുഷ്ഠരോഗം സുഖപ്പെട്ടവരും ഒന്നും ആ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നില്ല. അതുവരെ ബൈബിളിൽ ഒരിടത്തും പ്രതിപാദിക്കാത്ത, ഈശോയെ കണ്ടിട്ടുണ്ടെന്നോ ഈശോയുടെ വചനം ശ്രവിച്ചിട്ടുണ്ടെന്നോ പോലും തെളിവുകളില്ലാത്ത ശിമയോനും വേറോനിക്കയും ഒക്കെയാണ് കുരിശിൻ്റെ വഴിയിൽ ഈശോയെ കാണാനും സഹായിക്കാനും ഒക്കെ എത്തിച്ചേരുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യഥാർത്ഥ ശിഷ്യനെക്കുറിച്ചുള്ള വാക്കുകൾ ഈശോ നമ്മളോട് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ഞാൻ പറയുമെന്ന്. അത് വചനം പ്രസംഗിച്ചല്ലോ, രോഗികളെ സുഖപ്പെടുത്തിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ്, ഓർക്കണം. അതിനുശേഷം ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിതവന് തുല്യനാണ്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അതിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല. എന്നാൽ മണലിന്മേൽ വീട് പണിതവൻ്റെ വീട് മനോഹരമായിരുന്നു. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ഭവനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. മണ്ണിലും കല്ലിലും പണിതുയർത്തിയ ഭവനങ്ങളല്ല, ബന്ധങ്ങൾ എന്ന ഭവനങ്ങൾ. വിവാഹ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാകാം, സഹോദര ബന്ധമാകാം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാകാം, ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാകാം. ഓരോ ബന്ധത്തിനും അതിൻ്റേതായ അടിത്തറയുണ്ടാകും. വളരെ പ്രശസ്തനായിരുന്ന ചക്രവർത്തി നെപ്പോളിയൻ്റെ ജീവിതത്തിൽ അന്ത്യകാലഘട്ടത്തിൽ ഒരു ഇടുങ്ങിയ മുറിയിൽ അധികം സൗകര്യങ്ങളില്ലാതെയാണ് അദ്ദേഹം മരണത്തെ കാത്തുകിടന്നത്. മരണത്തിൻ്റെ മണിക്കൂറിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും 1, 2, 3 വാക്കുകൾ മാത്രമാണ് വന്നത്. അതുമാത്രമായിരുന്നു അത്രയേറെ നേടിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ അവസാനിച്ചിരുന്നതിൽ. അതിൽ ഒരു വാക്ക് ജോസഫൈൻ എന്നായിരുന്നു. നെപ്പോളിയൻ്റെ ചരിത്രമൊന്നും അധികം അറിയാത്ത ഞാൻ ജോസഫൈൻ ആരാണെന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. പലപ്പോഴും അദ്ദേഹം അവളെക്കുറിച്ച് പറയുമായിരുന്നു, രാഷ്ട്രീയ കാരണങ്ങളാൽ മക്കളില്ലാത്തതുകൊണ്ട് വിവാഹമോചനം നേടേണ്ടി വന്നാലും ജോസഫൈൻ മരിക്കുന്നതുവരെ അവർ തമ്മിൽ തീവ്രമായ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. നെപ്പോളിയൻ തോറ്റു തുന്നം പാടി മരണക്കിടക്കയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്, ജോസഫൈൻ നേരത്തെ മരിച്ചുപോയത് നന്നായി, എൻ്റെ ദുരിതങ്ങളൊന്നും അവൾക്ക് കാണേണ്ടി വന്നില്ലല്ലോ, അവളത് കണ്ടിരുന്നെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റുകയില്ലായിരുന്നു എന്ന്. ഒരുപാട് ബന്ധങ്ങളും കൂട്ടുകളും ഒക്കെ കൂടി നടക്കുന്ന ഒരുപാട് മനുഷ്യരാണ് നമ്മളൊക്കെ. എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, സങ്കടക്കടലിൽ തനിച്ചിരിക്കുമ്പോൾ ഒരില തന്ന് നമ്മളെ രക്ഷിക്കാൻ, ഒരു കുഞ്ഞു വെട്ടം കാണിച്ച് നമ്മളെ രക്ഷിക്കാൻ ഉതകുന്ന ബന്ധങ്ങൾ എത്രയുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാകും. സൂര്യ വെളിച്ചത്തിൽ നമുക്ക് ഒരു വലിയ പ്രകാശഗോപുരം പണിതു തരുന്നതിനേക്കാൾ നമ്മുടെ ഇരുട്ടറിയൽ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടയുമ്പോൾ ഒരു നുറുങ്ങുവെട്ടം സമ്മാനിക്കുന്ന മിന്നാമിനുങ്ങാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. അത് മണലിലാണോ പണിതേക്കുന്നത്, അതോ അത് പാറമേൽ അടിസ്ഥാനമുറപ്പിച്ച നല്ല അടിയുറപ്പുള്ള നല്ല ദൃഢമായ ഒരു ബന്ധമാണോ അത്? നമ്മുടെ ഓരോ ബന്ധങ്ങളും നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഹൃദയ അന്തരാളങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പവിഴമുത്തു പോലെയുള്ള ബന്ധങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം. അത്തരം ബന്ധങ്ങളെ ഈശോയുടെ തിരുസന്നിധിയിൽ സമ്മാനമായി അവിടുന്ന് നൽകിയ നല്ല സ്നേഹിതനെ കണ്ടെത്തുന്നത് നല്ല
ഒരു വലിയ അനുഗ്രഹമാണ്. അവനൊരു നിധി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ നമ്മുടെ നിധികളെ, പവിഴമുത്തുകളെ നമുക്ക് മഴയും വെയിലും ഏൽക്കുമ്പോഴും നനയാതെ, അണഞ്ഞു പോകാതെ, പൊട്ടിപ്പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപാവരം സ്നേഹമായും ക്ഷമയായും നമുക്കുണ്ടാവട്ടെ. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളുണ്ടാക്കിയ വീഴ്ചകൾ തിരുത്തുമ്പോൾ അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുരിശിൻ്റെ വഴി. നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പാഴ്വാക്കുകൾ കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തിരുത്തുന്നതല്ലേ യഥാർത്ഥ കുരിശിൻ്റെ വഴി? ഈശോയുടെ സങ്കടങ്ങൾ ഓർത്ത് വർഷാവർഷം കരയുന്നതിന് പകരം, അല്ലെങ്കിൽ ആ കണ്ണുനീരോടൊപ്പം എൻ്റെ ബന്ധങ്ങളുടെ പാകപ്പിഴകൾ തിരുത്താനും എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരിറ്റ ആശ്വാസം പകരാനും ഞാൻ എൻ്റെ സമയവും മനസ്സും വിനിയോഗിക്കുമ്പോഴല്ലേ യഥാർത്ഥ കുരിശിൻ്റെ വഴി പൂർത്തിയാകുന്നത്. നമുക്ക് ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ഹൃദയാന്തരാളങ്ങളിൽ ഞങ്ങൾ ഒരു പവിഴമുത്ത് പോലെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നുണയുടെ രാജാക്കന്മാർ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, കാറ്റായും കൊടുങ്കാറ്റായും സാമ്പത്തിക പരാധീനതയും അഭിപ്രായ വ്യത്യാസവും നുണയും ചതിയും വഞ്ചനയും ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നല്ല നാഥ, കാറ്റിനെ ശാസിച്ച നീ അതിനെയെല്ലാം നിന്റെ കരുണാർദ്രമായ കരങ്ങൾ കൊണ്ട് തൊട്ടു സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.